ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ചെമ്മീൻ വറുത്തരച്ച കറിയാണ് ചെയ്യാൻ പോണത്. അതിൻ്റെ റെസിപ്പിക്കുള്ള സാധനങ്ങളാണ് ഇതൊക്കെ എല്ലാതും. ചെറിയ ഉള്ളിയും നമ്മൾ വെളുത്തുള്ളിയും നല്ല ചതച്ചിട്ട് നല്ലൊന്ന് ചതച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം അതിൽ നമ്മൾ ചെറിയ ഉള്ളി കുറച്ച് ഉലുവ ഇടണം, 2 മണി ഉലുവ ഇടുക അത്ര. പിന്നെ നല്ലൊന്ന് ചതച്ചെടുത്തിട്ട് അതും നമ്മൾ ഇതിലിടുക, എണ്ണയിലിട്ട ശേഷം ഒന്ന് ബ്രൗണായി വന്നിട്ട് നല്ലൊന്ന് നമ്മൾ ഉള്ളി നല്ല വണങ്ങണം. വണങ്ങിയ ശേഷം നല്ല ചതച്ചെടുക്കുകയാണ് ഉള്ളി. പിന്നെ കുറച്ച് വേഗം പെട്ടെന്നൊന്ന് മൂപ്പാകാൻ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇപ്പുറത്തൊരു ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് തേങ്ങയും കുറച്ച് വലിയ ജീരകം ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടുപ്പിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു, 2 ഇല്ലി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ കത്തിച്ചിട്ട് അത് നല്ലൊന്ന് ബ്രൗൺ കളറാണ്. തേങ്ങ ബ്രൗൺ കളറാകുമ്പോഴേക്ക് ഇപ്പുറത്ത് നമ്മൾ ചാറിഞ്ഞുള്ള ഇത് വെച്ചിട്ടുണ്ടല്ലോ അത് നല്ലൊന്ന് ആകുമ്പോൾ ഇപ്പുറത്ത് നമ്മൾ വറക്കുന്നുണ്ട്, അപ്പുറത്തും ഉണ്ടാക്കുന്നുണ്ട്. 2 പണി ഒപ്പം നടക്കുന്നുണ്ട്. പിന്നെ തക്കാളി മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ്. തക്കാളി ഇട്ടിട്ട് നല്ല തക്കാളി ഒന്ന് ഇതായുമ്പോൾ ഒന്നൊരു പച്ച സ്മെല്ല് ചെറുതായിട്ടൊന്ന് പോകുമ്പോൾ അതിലേക്ക് ഈ മഞ്ഞപ്പൊടി ഇടണം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതും ഇതാകുമ്പോൾ മല്ലിപ്പൊടി ഒരു 2-3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് അത്, ഒരു 2 പച്ചമുളക് നമ്മൾ കീറി അതിലിടുക. അതും ഇട്ടിട്ട് പിന്നെ നല്ലൊന്ന് അതും മസാല പച്ചപ്പൊക്കെ പോണവർ അപ്പുറത്ത് കിടക്കുന്നുണ്ട്, ഈ പണി നടക്കുന്നുണ്ട്, ആ പണി നടക്കുന്നുണ്ട്. നല്ലൊന്ന് പിന്നെ ആ പച്ചപ്പ് സ്മെല്ലൊക്കെ ഒന്ന് നല്ലൊന്ന് പോകണം. ഈ മസാല തക്കാളിൻ്റെയും ഈ മഞ്ഞപ്പൊടിൻ്റെയും മല്ലിപ്പൊടിൻ്റെയും പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയ ശേഷം നല്ലൊന്ന് നമ്മളത് ഇളക്കിയിട്ടേ ഇരിക്കണം. ഇളക്കിയിട്ട് പിന്നെ നമ്മൾ പുളി ഉണ്ടല്ലോ, പുളി അവിടെ ഇതാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പുളിവെള്ളം കുറച്ച് ഒഴിക്കുക. പുളിവെള്ളം കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഉപ്പിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കിയിട്ട് ഇടാം. പിന്നെ നമ്മൾ പുളിവെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മൾ എന്താണ് ചെമ്മീൻ എടുത്ത് നല്ല കഴുകി വെച്ച് ചെമ്മീൻ അവിടെ ഉണ്ടായിരുന്നു, ചെമ്മീൻ എടുത്ത് വെക്കുക. ചെമ്മീൻ എടുത്ത് നല്ല തിള വന്ന് പിന്നെ അപ്പോഴേക്കും നമുക്ക് തേങ്ങ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് മാങ്ങ ഇട്ടു. ആ മീൻ കറിയിൽ മാങ്ങ ഇട്ടാലും നല്ല ടേസ്റ്റാണ്, മാങ്ങയും വേണം. മാങ്ങിയിട്ട് പിന്നെ തേങ്ങ നമ്മൾ അരച്ച് വെച്ച് ആ തേങ്ങയും ഒഴിച്ചു വന്നാൽ അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി അടിപൊളി റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഒന്ന് തിളച്ചാൽ മതി. ലാസ്റ്റ് നമ്മൾ കറിവേപ്പില ഒന്ന് കുറച്ചിടുക, അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി വറുത്തരച്ച ചെമ്മീൻ കറി റെഡിയായി. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കി. എല്ലാവരും എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റെസിപ്പിയൊക്കെ ഒന്ന് പറയും.